ഹലോ ഞാനും എൻ്റെ കുട്ടി ഷെഫും കൂടി ഇന്ന് എത്തിയിരിക്കുന്നത് സ്ട്രോബെറി ചീസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു പാൻ ചൂടാവാൻ വയ്ക്കാം. അതിലേക്ക് സ്ട്രോബെറിയും ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് കുറേ സമയം നമുക്കിത് ഇതുപോലെ സോസ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്ത് കൊടുക്കാം. അപ്പോഴേക്കും അത് പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. ഇനി നമ്മുടെ മാരി ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, മാരി ബിസ്ക്കറ്റിന് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെൽറ്റഡ് ബട്ടർ വേണം. ബട്ടർ ഈ സമയം കൊണ്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ടൊരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് ഈ പൊടിച്ച ബിസ്ക്കറ്റും മെൽറ്റഡ് ബട്ടറും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ബേസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിനെ നമുക്ക് കുറച്ച് സമയം ഫ്രീസറിൽ വെക്കാം. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് അതേ ബ്ലെൻഡറിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ചീസ് വേണം. അതുപോലെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും പിന്നെ കുറച്ച് വെനില എസൻസും ഒരു സ്പൂൺ കോൺ സ്റ്റാർച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ, ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഇതിനെ കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു 20 മിനിറ്റ്സിൽ നമുക്കിത് കുക്കായി കിട്ടും കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ നമുക്ക് ഈ സോസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. സംഭവം ഈസി ആയിട്ട് വന്നു കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് കൺമണിക്ക്. അപ്പം നിങ്ങളും വീട്ടിലെ കുട്ടിയൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണേ. എന്നെനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.